ഇന്നത്തെ കുറ്റകൃത്യ വാർത്തകളുമായി ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. മുൻ ഡിജിപി ടി.പി. സെൻകുമാറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. കേസ് മതവിദ്വേഷ പരാമർശത്തിന്. കേസെടുത്തത് സൈബർ പോലീസ്. അഭിമുഖം പ്രസിദ്ധീകരിച്ച വാരികയ്ക്കെതിരെയും കേസ്. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ ഫോൺ ദിലീപിന്റെ പക്കലെന്ന് പോലീസ്. ദിലീപിന്റെ ജാമ്യ ഹർജിയെ എതിർത്തുള്ള പോലീസ് റിപ്പോർട്ട് പുറത്ത്. ഫോൺ കൈമാറിയത് സുനിയുടെ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ. പ്രതി പുറത്തിറങ്ങിയാൽ നടിയെ അപമാനിക്കാൻ ശ്രമിച്ചേക്കുമെന്നും പോലീസ്. ദിലീപ് നാളെ 5 മണിവരെ പോലീസ് കസ്റ്റഡിയിൽ. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. ദിലീപിനായുള്ള സൈബർ കൊട്ടേഷൻ പോലീസ് അന്വേഷിക്കും. ദിലീപുമായി വർഷങ്ങൾ നീണ്ട സൗഹൃദമുണ്ടെന്നും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും അൻവർ സാദത്ത് എം.എൽ.എ. പത്തനംതിട്ടയിൽ 17 വയസ്സുകാരിയെ കാമുകൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. 80% പൊള്ളലേറ്റ യുവതി തീവ്രപരിചരണ വിഭാഗത്തിൽ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മുൻ ഡിജിപി ടി.പി. സെൻകുമാറിനെതിരെ കേസെടുത്തു. സൈബർ പോലീസാണ് കേസെടുത്തത്. മതസ്പർദ്ധ വളർത്തുന്ന പരാമർശം നടത്തിയതിനാണ് കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. മുൻ ഡിജിപി ടി.പി. സെൻകുമാറിനെതിരെ മതസ്പർദ്ധ വളർത്തും വിധം പെരുമാറി എന്ന കുറ്റം ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. IPC 153A1 വകുപ്പുകൾ പ്രകാരം തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ടി.പി. സെൻകുമാറിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. സെൻകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയെന്നതിനാൽ സെൻകുമാറിനെ അറസ്റ്റ് ചെയ്യേണ്ടതായി വരും. 100 കുട്ടികൾ ജനിക്കുമ്പോൾ 42 കുട്ടികളും മുസ്ലിങ്ങളാണെന്നായിരുന്നു മുൻ ഡിജിപി ടി.പി. സെൻകുമാർ സമകാലികം മലയാളം വാരികയുടെ ഓൺലൈൻ ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടത്. ഇതേ തുടർന്ന് യൂത്ത് ലീഗ് അധ്യക്ഷനടക്കമുള്ള 5ഓളം പേരാണ് സെൻകുമാറിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് പരാതി നൽകിയത്. ലഭിച്ച പരാതിയിൽ നിയമോപദേശം തേടിയ ശേഷമാണ് ടി.പി. സെൻകുമാറിനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. പത്തനംതിട്ടയിലെ നാരങ്ങാനത്ത് 17 വയസ്സുകാരിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. തീ കൊളുത്തിയത് പെൺകുട്ടിയെ സ്ഥിരമായി ശല്യം ചെയ്യുന്നയാളാണ്. പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി ബിജേഷ് നടുവിൽ ചേർന്നു. ബിജേഷ്, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കുട്ടി ഇപ്പോൾ ആശുപത്രിയിലാണോ? മറ്റു വിശദാംശങ്ങൾ കൂടി. ധന്യ, വീട്ടിൽ നിന്നും ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടപ്പോൾ നിരസിച്ചതിന്റെ പേരിലാണ് യുവാവ് 17കാരിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ഏകദേശം 88% പൊള്ളലോടെ ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കടമനിട്ട കല്ലേലുമുക്ക് കുറിച്ചെട്ടിയിൽ കോളനിയിലെ പെൺകുട്ടിയുടെ വീട്ടിൽ വൈകിട്ട് 6:30ഓടെയായിരുന്നു സംഭവം നടന്നത്. കടമനിട്ട സ്വദേശി തന്നെയായിട്ടുള്ള സജിൽ എന്ന യുവാവാണ് കൃത്യം നടത്തിയത്. സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോയിരിക്കുകയാണ്. സംഭവം നടക്കുമ്പോൾ പെൺകുട്ടിയുടെ മാതാപിതാക്കളൊന്നും തന്നെ വീട്ടിലില്ലായിരുന്നു. ഈ സമയം നോക്കിയാണ് യുവാവ് വീട്ടിൽ വരികയും വൈകിട്ട് 5:30ഓടെ വീടിന് സമീപം ചെന്ന് നിന്ന സജിൻ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ പെൺകുട്ടി അതിന് തയ്യാറാകാതിരുന്നതോടുകൂടി തിരിച്ചുപോയ സജിൻ 1 മണിക്കൂറിന് ശേഷം കന്നാസ് നിറയെ പെട്രോളുമായി വന്ന വീട്ടിൽ കയറി പെൺകുട്ടിയുടെ തലയിൽ ഒഴിക്കുകയും തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് സമീപവാസികൾ പറയുന്നത്. ഇതിനുശേഷം ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അയൽക്കാർ ചേർന്ന പെൺകുട്ടിയെ ഉടൻ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷേ പൊള്ളൽ ഗുരുതരമായതിനാൽ ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. ജില്ലാ പോലീസ് മേധാവി സതീഷ് ബിനോയും ആറന്മുള സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. അതേസമയം പെൺകുട്ടിയും സജിലുമായി പ്രണയത്തിലായിരുന്നുവെന്ന് ചിലർ പറയുന്നുമുണ്ട്. വിജേഷ് നടുവിലാണ് വിശദാംശങ്ങൾ നൽകിയത്. നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ ഫോൺ ദിലീപിന്റെ പക്കലെന്ന് പോലീസ്. ദിലീപിന്റെ ജാമ്യ ഹർജി എതിർത്തുള്ള റിപ്പോർട്ടിലാണ് പോലീസ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. സുനിയുടെ മുൻ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോ വഴിയാണ് ദിലീപിന് ദൃശ്യങ്ങൾ ലഭിച്ചതെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. അങ്കമാലി കോടതിയിൽ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് അന്വേഷണ സംഘം നടത്തിയ 6 പേജുള്ള റിപ്പോർട്ടിലാണ് നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ 11ാം പ്രതിയായ ദിലീപിന്റെ പക്കലുണ്ടെന്ന് വ്യക്തമാക്കിയത്. പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയാണ് ദൃശ്യങ്ങൾ കൈമാറിയതെന്നും പോലീസ് സംശയിക്കുന്നു. ആയതിനാൽ പ്രതി പുറത്തിറങ്ങിയാൽ നടിയെ അപമാനിക്കാൻ ശ്രമിച്ചേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. നടിയുടെ 3 മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യത്തിന് 1.5 കോടി രൂപയായിരുന്നു ദിലീപ് വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ ദൃശ്യങ്ങൾ ലഭിച്ചതിനു ശേഷം സുനിക്ക് പണം നൽകിയില്ല. തുടർന്നാണ് സുനി കാക്കനാട് ജയിലിൽ വെച്ച് സഹതടവുകാരുടെ സഹായത്തോടെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചതെന്നും പോലീസ് പറയുന്നു. ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയ്ക്ക് നൽകിയിരുന്നതായി സുനി നേരത്തെ പോലീസിന് മൊഴിയും നൽകിയിരുന്നു. ആലുവ
സ്വദേശിയായ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയെ സുനിക്ക് പരിചയപ്പെടുത്തിയതും ദിലീപ് തന്നെയാണെന്നും പോലീസ് പറയുന്നു. പ്രതി സിനിമാ നടനും സ്വാധീനമുള്ള ആളുമായതിനാൽ ജാമ്യം അനുവദിക്കുന്ന പക്ഷം സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയും മൊഴി മാറ്റുന്നതിനും തെളിവുകൾ നശിപ്പിക്കുന്നതിനും സാധ്യതയുണ്ട്. മാത്രമല്ല, കേസുമായി ബന്ധപ്പെട്ട് ദിലീപുമായി ബന്ധമുള്ള പലരെയും ഇനിയും ചോദ്യം ചെയ്യാനുണ്ടെന്നും അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയെ ഇനിയും കസ്റ്റഡിയിലെടുത്തിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. പൊതുജനങ്ങളുടെ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ കേസിൽ പ്രതിക്ക് ജാമ്യം നൽകിയാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശമാകും നൽകുകയെന്നും പോലീസ് പറയുന്നു. ഇത്തരത്തിൽ 7 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ ദിലീപിന്റെ ജാമ്യ ഹർജിയെ എതിർത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദിലീപ് ഇപ്പോൾ വീണ്ടും കസ്റ്റഡിയിലാണ്. ദിലീപിനെ നാളെ വൈകിട്ട് 5 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് അങ്കമാലി കോടതി ഉത്തരവിട്ടു. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. പോലീസിന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ സുരേഷനാണ് ഹാജരായത്. കോടതിയിൽ ഹാജരാക്കിയ ദിലീപിനെ ഇന്നും ജനം കൂവലോടെയാണ് എതിരേറ്റത്. കസ്റ്റഡിയിൽ വിട്ട ദിലീപിനെ ചോദ്യം ചെയ്യുന്നതും തുടരുന്നു. പതിവ് പോലെ ഇന്നും ജനങ്ങളുടെ കൂക്കിവിളിക്കും പ്രതിഷേധങ്ങൾക്കും നടുവിലൂടെയാണ് ദിലീപിനെ അങ്കമാലി കോടതി മുറിയിലെത്തിച്ചത്. അക്ഷോഭ്യനായി കാണപ്പെട്ട ദിലീപിന്റെ മുഖത്തോഷമുണ്ടായിരുന്നില്ല. ദിലീപിന്റെ സഹോദരൻ അനൂപും കോടതി മുറിയിലുണ്ടായിരുന്നു. കൃത്യം 11 മണിക്ക് കോടതി നടപടികൾ തുടങ്ങി. ദിലീപിന്റെ കേസ് വിളിച്ചയുടൻ തന്നെ പ്രോസിക്യൂഷൻ വാദം തുടങ്ങി. നടന്നത് ഗുരുതര കുറ്റമെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രോസിക്യൂഷൻ അന്വേഷണം തുടരുകയാണെന്ന് കോടതിയെ അറിയിച്ചു. കേസിൽ നിർണായക തെളിവായ നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെടുക്കേണ്ടതുണ്ട്. അത് എവിടെയാണെന്നത് സംബന്ധിച്ച് പ്രതിയിൽ നിന്ന് വിവരങ്ങൾ തേടണം. അതിനാൽ ദിലീപിന്റെ പോലീസ് കസ്റ്റഡി നീട്ടി നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. പ്രോസിക്യൂഷൻ വാദങ്ങളെ പ്രതിഭാഗം എതിർത്തു. ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ സംബന്ധിച്ച് 1-ാം പ്രതിയിൽ നിന്നും കിട്ടാത്ത വിവരങ്ങൾ എങ്ങനെ 11-ാം പ്രതിക്ക് അറിയുമെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ രാംകുമാർ ചോദിച്ചു. കേസിൽ സാക്ഷികളില്ലാത്തതിനാൽ പോലീസ് മാപ്പുസാക്ഷികളെ കൂട്ടുപിടിച്ച് ദിലീപിനെ അന്യായമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്നും രാംകുമാർ കോടതിയിൽ ആരോപിച്ചു. ഇതിനിടെ ദിലീപിന് എന്തെങ്കിലും പരാതിയുണ്ടോ എന്ന് മജിസ്ട്രേറ്റ് ആരാഞ്ഞു. തനിക്ക് പരാതിയൊന്നുമില്ലെന്ന് ദിലീപ് മറുപടി നൽകി. ഇരുവാദങ്ങളും കേട്ട കോടതി ദിലീപിനെ നാളെ വൈകിട്ട് 5 മണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവിട്ടു. ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതും നാളത്തേക്ക് മാറ്റി. കോടതി നടപടികൾ പൂർത്തിയാക്കി ദിലീപിനെ തിരികെ വാഹനത്തിൽ കയറ്റുമ്പോഴും ജനം കൂക്കി വിളിക്കുന്നുണ്ടായിരുന്നു. കോടതിയിൽ നിന്നിറക്കിയ ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി ആലുവ പോലീസ് ക്ലബിലെത്തിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയെ അനുകൂലിക്കുന്നവരുടെ FB പോസ്റ്റുകൾക്കെതിരെ സൈബർ കൊട്ടേഷൻ. ആസിഫ് അലിക്ക് നേരെ നടന്നത് സൈബർ കൊട്ടേഷനെന്നും സൂചന. സംഭവത്തിന് പിന്നിൽ PR ഏജൻസിയാണെന്ന സംശയം. അതേസമയം ദിലീപിന് അനുകൂലമായി വാർത്ത ചമയ്ക്കുന്ന PR ഏജൻസി പോലീസ് നിരീക്ഷണത്തിലാണ്. ഫേസ്ബുക്കിലും മറ്റു ചില സാമൂഹ്യ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ദിലീപ് അനുകൂല പോസ്റ്റുകളുടെ പിന്നാമ്പുറ കഥകളെപ്പറ്റിയാണ് പോലീസിലെ സൈബർ വിഭാഗം രഹസ്യമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അക്രമത്തിനിരയായ നടിയെ പിന്തുണച്ച ചില നടന്മാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ ആക്ഷേപകരമായ കമന്റുകൾ എഴുതിയ ചില ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ പോലീസ് നിരീക്ഷണത്തിലാണ്. നടന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കും വിധത്തിൽ കരുതിക്കൂട്ടിയ വാർത്തകൾ നൽകാൻ 1-ലധികം PR ഏജൻസി ഏൽപ്പിച്ചതായിട്ടാണ് ലഭിക്കുന്ന വിവരം. ദിലീപ് ഫാൻസ് അസോസിയേഷനിൽപ്പെട്ട ചിലർക്കാണ് സൈബർ ആക്രമണത്തിന്റെ ചുമതല. ഫാൻസുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നടൻ ദിലീപ് നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നിറം പിടിപ്പിച്ച കഥകൾ വീണ്ടും എത്തുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സൈറ്റുകളും PR ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ്. വാർത്ത നൽകുമ്പോൾ തന്റെ കൂട്ടത്തോടെ വന്ന അശ്ലീലമായ കമന്റുകൾ എഴുതാനാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഫേക്ക് പ്രൊഫൈൽ വഴി ആക്ഷേപിക്കുന്നതാണ് മറ്റൊരു രീതി. ട്രോൾ പടച്ചുവിടുന്ന ചില വ്യക്തികളെ നേരിൽ സ്വാധീനിച്ച് പരമാവധി ദിലീപ് അനുകൂല അവസ്ഥ സൃഷ്ടിക്കാനുള്ള നിർദ്ദേശമാണ് നടന്റെ ചില അടുത്ത കേന്ദ്രങ്ങൾ നൽകിയ മറ്റൊരു കൊട്ടേഷൻ. നടനൊപ്പം അഭിനയിക്കാനില്ലെന്ന് നിലപാടെടുത്ത ആസിഫ് അലിക്ക് കമന്റുകൾ എതിരായപ്പോൾ നിലപാട് തിരുത്തേണ്ടി വന്നു. അപകീർത്തികരമായ കമന്റുകൾ എഴുതുന്നവർ സൈബർ വിഭാഗത്തിന്റെയും പോലീസിന്റെ ഹൈടെക് വിഭാഗത്തിന്റെയും നിരീക്ഷണത്തിലാണ്. ഫേസ്ബുക്കിലൂടെ അശ്ലീലം എഴുതുന്നവർക്കെതിരെ പരാതി ലഭിച്ചാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പീപ്പിളിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം. നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെടുക്കേണ്ടത് അനിവാര്യമാണെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കൃത്യത്തിന് ശേഷം മൊബൈൽ അഭിഭാഷകന് കൈമാറിയതായി പൾസർ സുനി മൊഴി നൽകിയിരുന്നു. മൊഴിപ്പകർപ്പ് പോലീസ് കോടതിയിൽ ഹാജരാക്കി. തന്റെ അറസ്റ്റ് തടയണമെന്ന അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. അറസ്റ്റ് ചെയ്യരുതെന്ന് നിർദ്ദേശിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനും അഭിഭാഷകനോട് നിർദ്ദേശിച്ചു. കുറ്റവാളി അല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാവില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. മൊബൈൽ ഫോൺ കണ്ടെടുക്കേണ്ടത് അനിവാര്യമാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. നടിയുടെ അപകീർത്തികരമായ ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തുപോകുന്നത് അനുവദിക്കാനാവില്ല. ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ അഭിഭാഷകന് കൈമാറിയതായി പ്രതിയായ സുനിൽകുമാർ മൊഴി നൽകിയിട്ടുള്ളതായും പോലീസ് കോടതിയിൽ അറിയിച്ചു. അഭിഭാഷകനെ ഇതുവരെ പ്രതി ചേർത്തിട്ടില്ലെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി.
പൾസർ സുനിയുടെ മൊഴിയുടെ പകർപ്പും സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പിടിയിലാകുന്നതിന് മുൻപായി അഭിഭാഷകനെ സമീപിച്ച വിവരവും മൊബൈൽ ഫോൺ കൈമാറിയ വിവരവും മൊഴിയിലുണ്ട്. കേസ് ഏറ്റെടുക്കുന്നതിനും കീഴടങ്ങുന്നതിന് അവസരമൊരുക്കുന്നതിനും 1 ലക്ഷം രൂപ പ്രതിഫലം നൽകാമെന്ന് താൻ അഭിഭാഷകനോട് പറഞ്ഞു. ദൃശ്യങ്ങൾ പകർത്തിയ MI മൊബൈൽ ഫോൺ കൈവശമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ലോക്കറിൽ സൂക്ഷിക്കണമെന്ന് അഭിഭാഷകൻ നിർദ്ദേശിച്ചു. അഭിഭാഷകൻ ആവശ്യപ്പെട്ട പ്രകാരം താൻ ഫോൺ കൈമാറി. അത് അഭിഭാഷകൻ പോക്കറ്റിൽ നിക്ഷേപിക്കുന്നത് കണ്ടു എന്നുമാണ് പൾസറിന്റെ മൊഴിയിലുള്ളത്. പൾസർ സുനിയുടെ മുൻ അഭിഭാഷകനാണ് പ്രതീഷ് ചാക്കോ. നേരത്തെ അഭിഭാഷകന്റെ ഓഫീസിലും മറ്റും നടത്തിയ തിരച്ചിലിൽ മൊബൈൽ ഫോൺ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അഭിഭാഷകനെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അഭിഭാഷകനോട് കോടതി നിർദ്ദേശിച്ചതോടെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് ഇനി കടക്കാം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നാളെ വൈകിട്ട് 5 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട ദിലീപിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ എവിടെയെന്നത് സംബന്ധിച്ച് ദിലീപിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. അതേസമയം ഒളിവിൽ പോയ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി കസ്റ്റഡിയിലായതായും സൂചനയുണ്ട്. കഴിഞ്ഞ 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ കഴിയവേ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാതിരുന്ന ദിലീപ് ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയെന്നാണ് സൂചന. ഗൂഢാലോചനയിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ എവിടെ തുടങ്ങിയ പ്രധാന ചോദ്യങ്ങൾക്ക് നാളെ വൈകുന്നേരത്തിന് മുൻപ് ദിലീപിൽ നിന്നും മറുപടി ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. അതേസമയം ഗൂഢാലോചന സംബന്ധിച്ച വിവരങ്ങൾ അറിഞ്ഞിട്ടും മറച്ചുവെച്ചുവെന്ന് പോലീസ് കരുതുന്ന അപ്പുണ്ണി കസ്റ്റഡിയിലായെന്നാണ് സൂചന. അപ്പുണ്ണി നേരത്തെ ഒളിവിലായിരുന്നു. നാദിർഷയെയും ദിലീപിന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തേക്കും. ഇതിനിടെ പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. എന്നാൽ അറസ്റ്റ് ചെയ്യുന്നത് തടയാനാവില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതീഷ് ചാക്കോയുടെ കാര്യത്തിൽ അന്വേഷണ സംഘം എന്ത് തീരുമാനമെടുക്കുന്നുവെന്നത് നിർണായകമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. നടൻ ദിലീപിന് കേരളത്തിലെ കണ്ണായ സ്ഥലങ്ങളിൽ വസ്തുക്കളുണ്ടെന്ന് തെളിയിക്കുന്ന രേഖ പീപ്പിളിന് ലഭിച്ചു. കേരളത്തിലെ 6ഓളം ജില്ലകളിലായി 55 വസ്തു ഇടപാടുകളാണ് നടൻ നടത്തിയതെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് നൽകി. ആക്രമിക്കപ്പെട്ട നടിയുമായി ദിലീപിന് റിയൽ എസ്റ്റേറ്റ് ബന്ധം ഇല്ലെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വിപണി വിലയേക്കാൾ കുറഞ്ഞ തുകയ്ക്കാണ് താരം നടത്തിയ പല ഇടപാടുകളും ദുരൂഹവുമാണ്. 28 കോടി ആസ്തി കാണിച്ചിരിക്കുന്ന ഭൂമിയുടെ ഇപ്പോഴത്തെ മതിപ്പ് വില 10 ഇരട്ടിയെങ്കിലും അധികമാണ്. തനിക്കും ദിലീപിനുമിടയിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉണ്ടായിരുന്നില്ലെന്ന നടിയുടെ വാദം ശരിവെക്കുന്ന റിപ്പോർട്ടാണ് രജിസ്ട്രാർ ജനറൽ അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ആക്രമിക്കപ്പെട്ട നടിയുമായി ഭൂമി ഇടപാടുകൾ ഒന്നും തന്നെ ദിലീപിനില്ല എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ കേരളത്തിലെ 6 ജില്ലകളിലായി കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കളാണ് ദിലീപിന്റെയും ബന്ധുക്കളുടെയും പേരിലുള്ളത്. രേഖകൾ പരിശോധിച്ചാൽ താരരാജാവ് ഒരു ചെറിയ മീനായിരുന്നില്ലെന്ന് വ്യക്തമാവും. 2003 ശേഷമാണ് ദിലീപ് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് കൈവക്കുന്നത്. വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ ഇടപാടുകളാണ് പല സ്ഥലത്തും നടന്നത് എന്നത് ദുരൂഹത ഉണർത്തുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ കുമരകം വില്ലേജിലാണ് ദിലീപിന്റെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടന്നത്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും അധികം ഭൂമി ദിലീപ് വാങ്ങിക്കൂട്ടിയത്. 2003 ശേഷം 37 വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തു. എറണാകുളം നഗരത്തിന്റെ കണ്ണായ സ്ഥലങ്ങളിലടക്കം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലെ 9 വസ്തുക്കൾ താരമായ ദിലീപിന്റെ പേരിൽ തന്നെയാണുള്ളത്. 3 സ്ഥലങ്ങൾ ദിലീപ് പാർട്ട്ണർഷിപ്പിൽ വാങ്ങിയതാണെങ്കിൽ മുമ്പ് ആദായ വിലയ്ക്ക് വാങ്ങിയ 10 സ്ഥലങ്ങൾ വാങ്ങിയതിന്റെ ഇരട്ടിയിലധികം തുകയ്ക്ക് വിറ്റു. എന്നാൽ കരുമാളൂർ വില്ലേജിന് കീഴിലെ 1.5 കോടിയിലേറെ രൂപയുടെ സ്വത്തുവകകൾ മഞ്ജു 2015 മകളായ മീനാക്ഷിയുടെ പേരിൽ എഴുതി വെച്ചു. സ്ഥലത്തിന് തീവലയുള്ള മരട് പൂണിത്തുറയിൽ 3 കോടി 6 ലക്ഷം രൂപ വില വരുന്ന 9 സ്ഥലങ്ങൾ അൽക്കാദിൽ ഹോട്ടൽസിന്റെ പേരിൽ ദിലീപ് പാർട്ട്ണർമാരോടൊപ്പം വാങ്ങിക്കൂട്ടി. എറണാകുളം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം വസ്തു ഇടപാട് നടന്നിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ്. 11 വസ്തുക്കൾ കിഴക്കേ ചാലക്കുടിയിൽ മാത്രം ദിലീപിന്റെ പേരിലുണ്ട്. വസ്തുക്കൾ പലതിന്റെയും വിപണി വില കുറച്ചാണ് കാണിച്ചിരിക്കുന്നത്. ആലുവയിൽ GP ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ എത്ര ഭൂമി ദിലീപും കുടുംബവും വാങ്ങി എന്നതിന്റെ കണക്ക് വ്യക്തമല്ല. ദിലീപിന്റെ സ്വത്തിടപാടിന്റെ വിശദാംശങ്ങൾ അറിയുന്നതിന് എൻഫോഴ്സ്മെന്റ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കോഴിക്കോട് കോട്ടൂർ പഞ്ചായത്തിൽ ബാലവിവാഹം തടഞ്ഞു. 16 വയസ്സുകാരിയുടെ വിവാഹമാണ് ജില്ലാ ചൈൽഡ് വെൽഫെയർ പ്രൊട്ടക്ഷൻ ഓഫീസർ തടഞ്ഞത്. +2 വിദ്യാർത്ഥിനിയെ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള വീട്ടുകാരുടെ ശ്രമം നാട്ടുകാരാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ അധികൃതരെ അറിയിച്ചത്. തുടർന്ന് പോലീസും ചൈൽഡ് പ്രൊട്ടക്ഷൻ അധികൃതരും വീട്ടിലെത്തി വിവാഹം തടയുകയായിരുന്നു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം വീട്ടിൽ പൂർത്തിയായിരുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കുറ്റ്യാടിയിലും ബാലവിവാഹം തടഞ്ഞിരുന്നു. തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്തെ സ്വകാര്യ നഴ്സുമാർ ആരംഭിക്കുന്ന അനിശ്ചിതകാല സമരത്തെ
വിലക്കി ഹൈക്കോടതി. സമരത്തിനെതിരെ എസ്മ പ്രയോഗിക്കണം, സമരം നിയമവിരുദ്ധമാണെന്നും ജനങ്ങളുടെ ജീവനാണ് വലുതെന്നും കോടതി നിരീക്ഷണം. എന്നാൽ എസ്മ ഉപയോഗിച്ചാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് നഴ്സുമാർ വ്യക്തമാക്കി. സുപ്രീം കോടതി നിരീക്ഷണ പ്രകാരമുള്ള വേതന വർധനവ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്വകാര്യ ആശുപത്രി നഴ്സുമാർ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്ക് സമരത്തിലേക്ക് കടക്കുന്നത്. എന്നാൽ സമരത്തെ വലിയ തോതിലാണ് ഹൈക്കോടതി വാക്കാൽ വിമർശിച്ചത്. നിയമവിരുദ്ധമാണ് നഴ്സുമാരുടെ സമരം. ആവശ്യമെങ്കിൽ സമരത്തിനെതിരെ എസ്മ പ്രയോഗിക്കാൻ ജില്ലാ പോലീസ് മേധാവികൾക്ക് അധികാരമുണ്ടെന്നും കോടതി വാക്കാൽ നിരീക്ഷിച്ചു. സമരക്കാർ മനുഷ്യജീവന് വില കൽപ്പിക്കണം. നഴ്സുമാർ അവശ്യ സർവീസിന്റെ കീഴിൽ വരുന്നതാണെന്ന ആശുപത്രി മാനേജ്മെന്റിന്റെ വാദം ഹൈക്കോടതി ശരിവച്ചു. സമരം ആശുപത്രികളെ ബാധിക്കുമെന്ന മാനേജ്മെന്റിന്റെ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ നിരീക്ഷണങ്ങൾ. അതേസമയം എസ്മ പ്രയോഗിച്ചാലും തിങ്കളാഴ്ച ആരംഭിക്കുന്ന സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് നഴ്സുമാർ വ്യക്തമാക്കി. UNA പ്രസിഡന്റ് സിബി മുകേഷ് ഇനി രാജ്യത്ത് ഹൈക്കോടതി മാത്രമല്ലോ, വേറെ കോടതികളുണ്ടല്ലോ, അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കും. അപ്പോൾ അടിയന്തരമായി സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനമെടുക്കും. പക്ഷേ സമരത്തിൽ നിന്ന് 17ാമത്തെ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ഇതുവരെ UNA ഒരു തീരുമാനമെടുത്തിട്ടില്ല. അങ്ങനെ പിന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് UNAയുടെ തീരുമാനം. സമരം നഴ്സുമാർ പിൻവലിക്കണമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ ആവശ്യപ്പെട്ടു. ഇവരുമായി ചർച്ച നടത്തുന്ന കാര്യം തൊഴിൽ മന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ഞാനിപ്പോഴും പറയുന്നത് ഹൈക്കോടതിയുടെ പരാമർശത്തിന്റെ വെളിച്ചത്തിൽ എല്ലാവരും തിരിച്ച് ജോലിക്ക് കയറണം. ചർച്ച ആയത് തൊഴിൽ പ്രശ്നമാണല്ലോ ആയിട്ടാണല്ലോ വരുന്നത്. കഴിഞ്ഞ തവണ എന്നെയും കൂടി ക്ഷണിച്ചതാണ് ആ ചർച്ചയിൽ പങ്കെടുക്കാൻ. അപ്പോൾ അത് തൊഴിൽ വകുപ്പ് മന്ത്രിയോട് കൂടി ആലോചിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. തിങ്കളാഴ്ചയാണ് മാനേജ്മെന്റിന്റെ ഹർജിയിന്മേലുള്ള ഹൈക്കോടതി വിധി. കൊച്ചിക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട്ടിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ വൈദികനെതിരെ കേസ്. മീനങ്ങാടിക്കടുത്തുള്ള ബാലഭവനിലെ വൈദികനായിരുന്ന സജിക്കെതിരെയാണ് പോക്സോ നിയമപ്രകാരം കേസെടുത്തത്. ബാലഭവൻ അന്തേവാസികളായിരുന്ന 2 കുട്ടികളുടെ പരാതിയിലാണ് കേസ്. കഴിഞ്ഞ അക്കാദമിക വർഷമാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. സ്കൂൾ അവധിക്കാലത്ത് വൈദികൻ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നതായാണ് 2 ആൺകുട്ടികളുടെ മൊഴി. സംഭവത്തെക്കുറിച്ച് സൂചന ലഭിച്ച ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ് ആദ്യം കുട്ടികളെ കൌൺസിലിംഗിന് വിധേയരാക്കിയത്. സംഭവത്തെക്കുറിച്ച് ചൈൽഡ് ലൈൻ റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് മീനങ്ങാടി പോലീസ് കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് പോക്സോ നിയമപ്രകാരം വൈദികനെതിരെ കേസെടുത്തിട്ടുണ്ട്. സംഭവം നടന്ന ബാലഭവൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ബാലഭവനിലെ വൈദികനായിരുന്ന സജി എവിടെയാണെന്നും വ്യക്തമായിട്ടില്ല. ഇയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതേസമയം ഇയാൾ കൂടുതൽ കുട്ടികളെ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. കോഴിക്കോട് കുന്നമംഗലം മടവൂർ CM സെന്ററിലെ 8ാം ക്ലാസ്സുകാരനെ കുത്തിക്കൊന്നു. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വഴങ്ങാത്തതിനാലാണ് കൊലപ്പെടുത്തിയത്. പ്രതി ഷംസുദ്ദീനെ നാളെ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് രാവിലെയായിരുന്നു സംഭവം നടന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത്. സ്കൂളിൽ പോവാനായി CM സെന്റർ ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് 8ാം ക്ലാസ്സുകാരൻ അബ്ദുൾ മാജിദിനെ അക്രമി കുത്തി പരിക്കേൽപ്പിച്ചത്. സംഭവം കണ്ടുനിന്ന മറ്റു കുട്ടികൾ ബഹളം വച്ചതിനെ തുടർന്ന് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. യാതൊരു പ്രകോപനവുമില്ലാതെ കുട്ടിയെ ആക്രമിക്കുകയായിരുന്നുവെന്നും തങ്ങൾക്ക് അപരിചിതനായ വ്യക്തിയാണ് ആക്രമണത്തിന് പിന്നിലെന്നും അധികൃതർ വ്യക്തമാക്കി. കുട്ടി ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് അപരിചിതനായ ഒരാൾ, ഞങ്ങൾക്ക് മുൻ പരിചയമല്ല, ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്, അതുകൊണ്ട് തന്നെ അവിടെ ഇദ്ദേഹം അവിടെ വന്ന് കാരണമില്ലാതെ ഈ കുട്ടിയെ കുത്തി പരിക്കേൽപ്പിച്ചു. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. പ്രതിയായ കാസർഗോഡ് സ്വദേശി ഷംസുദ്ദീന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. മാനന്തവാടി സ്വദേശിയാണ് കൊല്ലപ്പെട്ട അബ്ദുൾ മാജിദ്. കഴിഞ്ഞ 2 മാസം മുൻപാണ് അബ്ദുൾ മാജിദ് പഠനത്തിനായി മടവൂർ CM സെന്ററിൽ എത്തിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മണിപ്പൂരിൽ വ്യാജ ഏറ്റുമുട്ടൽ എന്ന ആരോപണമുള്ള കേസുകളുടെ അന്വേഷണം സുപ്രീംകോടതി CBIക്ക് വിട്ടു. 6 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം നടക്കുക. ജസ്റ്റിസുമാരായ മദൻ ബി ലോക്കൂർ, UU ലളിത് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാന ഉത്തരവ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഏറ്റുമുട്ടൽ കേസുകൾ അന്വേഷിക്കണമെന്നാണ് CBI ഡയറക്ടർക്ക് നൽകിയ നിർദ്ദേശം. 6 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം. മണിപ്പൂർ പോലീസ്, അസം റൈഫിൾസ്, കരസേന ഉൾപ്പെടെ സുരക്ഷാ സേനകൾ 2000 മുതൽ 2012 വരെയുള്ള കാലയളവിൽ വ്യാജ ഏറ്റുമുട്ടലിലൂടെ 1528 കൊലപാതകങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചുള്ള പൊതു താൽപര്യ ഹർജിയിലാണ് കോടതി ഉത്തരവ്. ഇത്തരം കേസുകളിൽ സൈന്യത്തിന്റെ പ്രത്യേക അധികാര നിയമമായ അഫ്സ്പ ദുരുപയോഗം ചെയ്ത് കുറ്റവാളികൾ രക്ഷപ്പെടുന്നുവെന്നും വാദത്തിനിടെ പരാതിക്കാർ ചൂണ്ടിക്കാട്ടി.
2013 സുപ്രീം കോടതി നിയോഗിച്ച അന്വേഷണ സമിതി 6 ഏറ്റുമുട്ടലുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയിരുന്നു. റിട്ടയർഡ് ജഡ്ജ് സന്തോഷ് ഹെഗ്ഡെ, മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ JM ലിംഗ്ദോ, കർണാടക മുൻ പോലീസ് മേധാവി AK സിംഗ് എന്നിവരടങ്ങിയ സമിതിയാണ് അന്വേഷണം നടത്തിയത്. 6 ഏറ്റുമുട്ടലുകളിലായി കൊല്ലപ്പെട്ട 12 വയസ്സുകാരനുൾപ്പെടെ 7 പേർ നിരപരാധികൾ ആയിരുന്നുവെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. അഫ്സ്പ പ്രകാരമായാലും അമിതാധികാര പ്രയോഗം നടത്താൻ അധികാരമില്ലെന്ന് നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. സൈന്യത്തിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന അഫ്സ്പ നിയമം നിരപരാധികൾക്കെതിരായ അതിക്രമത്തിനായി വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേസുകൾ CBIക്ക് വിട്ട സുപ്രീം കോടതി നടപടി ഏറെ പ്രാധാന്യമർഹിക്കുന്നു. സുപ്രീം കോടതിക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ ഗോപി കടവള്ളൂരിനൊപ്പം M സന്തോഷ്. പത്തനംതിട്ട അടൂരിൽ സ്വകാര്യ വ്യക്തി കയ്യേറിയ മണ്ണിട്ട് നികത്തിയ ഭൂമി നഗരസഭ തിരിച്ചുപിടിച്ചു. CPMന്റെ പ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനെ തുടർന്നാണ് നഗരസഭയുടെ നടപടി. ഈ വാർത്തയോടെ ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം. അടൂരിൽ ബൈപ്പാസിനോട് ചേർന്നുള്ള 8 സെന്റ് സ്ഥലമാണ് സ്വകാര്യ വ്യക്തി കയ്യേറി മണ്ണിട്ട് നികത്തിയിരുന്നത്. KSKTUവും CPM പ്രവർത്തകരും കയ്യേറ്റത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് നഗരസഭാ അധികൃതർ സ്ഥലത്തെത്തി മണ്ണ് നീക്കം ചെയ്തു. 7 ദിവസം മുമ്പ് അടൂർ മുനിസിപ്പാലിറ്റി കൃത്യമായ നടപടി സ്വീകരിച്ചു. ഈ അനധികൃതമായ കയ്യേറ്റം ഒഴിയണമെന്നും അതോടൊപ്പം തന്നെ ഈ കൊണ്ടിട്ട പൈപ്പും കോറി വേസ്റ്റും നിങ്ങളുടെ സ്വന്തം ചെലവിൽ മാറ്റണമെന്നും, അത് മാറ്റാത്ത പക്ഷം 7 ദിവസത്തിനകം മാറ്റാത്ത പക്ഷം മുനിസിപ്പാലിറ്റി സ്വമേധയാ അത് ചെയ്ത് നിങ്ങളിത് നഷ്ടപരിഹാരം ഈടാക്കുമെന്ന് അയാളെ വാണിംഗ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നഗരസഭാ അധികൃതർ റവന്യൂ അധികാരികൾക്ക് നൽകിയ അപേക്ഷയെ തുടർന്ന് താലൂക്ക് സർവേയർ സ്ഥലമളന്ന കയ്യേറ്റം കണ്ടെത്തി കല്ല് സ്ഥാപിച്ചിരുന്ന സ്ഥലത്താണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയിരുന്നത്. നഗരസഭ നീക്കിയ മണ്ണ് മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഇതേ സ്ഥലത്ത് തന്നെ നിക്ഷേപിക്കാൻ കൊണ്ടുവന്നെങ്കിലും പ്രതിഷേധവുമായി എത്തിയ CPM പ്രവർത്തകർ മണ്ണ് കൊണ്ടുവന്ന വാഹനം പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.